എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്, പൊടി തട്ടിക്കുടയുക. തട്ടിക്കുടയുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഷേക്ക് ഔട്ട് എന്നാണ്. പൊടി എന്ന് പറയാം, ഡസ്റ്റ് എന്ന് പറയാം. അപ്പം ഷേക്ക് ഔട്ട് ദ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി തട്ടിക്കുടയുക എന്നാണ് മീനിങ്. ഷേക്ക് ഔട്ട് ദ ഡസ്റ്റ്. ഇനി അടുത്തത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അല്ലെങ്കിൽ എന്ന് പറയാൻ അതർവൈസ്. നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് വാട്ട് വിൽ യു ഡു. അതർവൈസ് വാട്ട് വിൽ യു ഡു. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നാണ്. അതർവൈസ് വാട്ട് വിൽ യു ഡു. ഇനി അടുത്തത്, കുറച്ച് ഭാരം കുറയ്ക്കുക എന്ന് പറയണം. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയത്തില്ലേ? അപ്പം കുറയ്ക്കുക എന്ന് പറയാൻ ലൂസ് എന്നാണ് പറയുന്നത്. അപ്പം ലൂസ് സം വെയിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാരം കുറയ്ക്കുക എന്നാണ്. സം വെയിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാരം. സോ ലൂസ് സം വെയിറ്റ്, കുറച്ച് ഭാരം കുറയ്ക്കുക. ഇനി അടുത്തത്, കെട്ട് അഴിക്കുക എന്ന് പറയണം. കെട്ട് എന്ന് പറയാൻ നോട്ട് എന്നാണ് പറയുന്നത്. അഴിക്കുക എന്ന് പറയാൻ അൺടൈ എന്ന് പറയാം. സോ അൺടൈ ദ നോട്ട് എന്ന് പറഞ്ഞാൽ കെട്ടഴിക്കുക എന്നാണ് മീനിങ്. അൺടൈ ദ നോട്ട്. ഇനി അടുത്തത്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മിണ്ടാതിരിക്കുക എന്ന് പറയാൻ റിമെയിൻ സൈലൻറ്റ് എന്ന് പറയാം. റിമെയിൻ സൈലൻറ്റ്. മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാൻ ഇറ്റ്സ് ബെറ്റർ ടു റിമെയിൻ സൈലൻറ്റ്. ഇറ്റ്സ് ബെറ്റർ ടു റിമെയിൻ സൈലൻറ്റ്. ഇറ്റ്സ് ബെറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത് എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു റിമെയിൻ സൈലൻറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് മീനിങ്. ഇറ്റ്സ് ബെറ്റർ ടു റിമെയിൻ സൈലൻറ്റ്. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വൈ ഡു പീപ്പിൾ തിങ്ക് സോ. വൈ ഡു പീപ്പിൾ തിങ്ക് സോ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നുള്ള മീനിങ് ആണ്. തിങ്ക് സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നത്. സോ വൈ ഡു പീപ്പിൾ തിങ്ക് സോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇനി അടുത്തത്, ഞാൻ രാവിലെ മുതൽ പുറത്താണ് എന്ന് പറയണം. അപ്പം രാവിലെ മുതൽ എന്ന് പറയാൻ സിൻസ് മോർണിംഗ്. ഞാൻ പുറത്താണ് എന്ന് പറയാൻ ഐ ഹാവ് ബീൻ ഔട്ട് എന്ന് പറയാം. സോ ഐ ഹാവ് ബീൻ ഔട്ട് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ പുറത്താണ് എന്നാണ് മീനിങ്. ഐ ഹാവ് ബീൻ ഔട്ട് സിൻസ് മോർണിംഗ്. ഇനി ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ബട്ടൺ യോർ ഷർട്ട് അല്ലെങ്കിൽ ബട്ടൺ അപ്പ് യോർ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക എന്നാണ് മീനിങ്. ഒന്നുകിൽ ബട്ടൺ യോർ ഷർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ബട്ടൺ അപ്പ് യോർ ഷർട്ട് എന്ന് പറയാം. ഇനി അവൻ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടു എന്ന് പറയേണ്ടതെങ്കിലോ? ബട്ടൻ്റെ പാസ്റ്റ് ടെൻസ്, അത് ബട്ടൺഡ് ആണ്. അപ്പോൾ ഹി ബട്ടൺഡ് ഹിസ് ഷർട്ട് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടു എന്നാണ്. ഹി ബട്ടൺഡ് ഹിസ് ഷർട്ട്. ഇനി ബട്ടൺസ് അഴിക്കുക എന്ന് പറയണമെങ്കിൽ അൺബട്ടൺ എന്നാണ് പറയേണ്ടത്. സോ അവനവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു എന്നെങ്ങനെ പറയും? ഹി അൺബട്ടൺഡ് ഹിസ് ഷർട്ട്. ഹി അൺബട്ടൺഡ് ഹിസ് ഷർട്ട് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു എന്നാണ് മീനിങ്. ഇനി ഷർട്ടിൻ്റെ കോളറ് ശരിയായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ, പൊങ്ങിയോ വല്ല നിൽക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല നിൻ്റെ കോളർ ശരിയാക്ക്. അതെങ്ങനെ പറയും? ഫിക്സ് യുവർ കോളർ. ഫിക്സ് യുവർ കോളർ എന്ന് പറഞ്ഞാൽ നിൻ്റെ കോളർ ശരിയാക്കുക എന്നുള്ള മീനിങ് ആണ്. ഫിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമ്മൾ എന്തെങ്കിലും കുറയ്ക്കുക എന്ന് പറയത്തില്ലേ? അതായത് പഞ്ചസാര കുറയ്ക്കുക അല്ലെങ്കിൽ ചായ കുറയ്ക്കുക എന്ന് പറയത്തില്ലേ? ഇപ്പം ചായ കുറയ്ക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? കുറയ്ക്കുക എന്ന് പറയാൻ കട്ട് ഡൗൺ എന്ന് പറയാം. സോ കട്ട് ഡൗൺ ഓൺ ടീ എന്ന് പറഞ്ഞാൽ ചായ കുറയ്ക്കുക എന്നാണ് മീനിങ്. കട്ട് ഡൗൺ ഓൺ ടീ. ഇനി അടുത്തത്, തുണികൾ ഉണങ്ങാൻ പുറത്ത് തൂക്കിയിടുക എന്ന് പറയണം. അപ്പോൾ തൂക്കിയിടുക എന്ന് പറയാൻ ഹാങ് എന്ന് പറയാം. അപ്പോൾ തുണികൾ തൂക്കിയിടുക എന്ന് പറയാൻ ഹാങ് ദ ക്ലോത്ത്സ്. വെളിയിൽ എന്ന് പറയാൻ ഔട്ട്സൈഡ്. ഉണങ്ങാൻ എന്ന് പറയാൻ ടു ഡ്രൈ. സോ ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട്സൈഡ് ടു ഡ്രൈ എന്ന് പറഞ്ഞാൽ തുണികൾ ഉണങ്ങാൻ പുറത്തിടുക എന്നാണ് മീനിങ്. ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട്സൈഡ് ടു ഡ്രൈ. ഇനി തുണികൾ പിഴിഞ്ഞിട്ട് പുറത്തുണങ്ങാനിടുക എന്ന് പറയണമെങ്കിലോ? തുണികൾ പിഴിയുക എന്ന് പറയുന്നത് റിങ് ഔട്ട് എന്നാണ്. അപ്പോൾ റിങ് ഔട്ട് ദ ക്ലോത്ത്സ് ആൻഡ് ഹാങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ എന്ന് പറയാം. റിങ് ഔട്ട് ദ ക്ലോത്ത്സ് ആൻഡ് ഹാങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ. റിങ് ഔട്ട് ദ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ തുണികൾ പിഴിയുക എന്നാണ്. ആൻഡ് ഹാങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് പുറത്തിടുക എന്നുള്ള മീനിങ് ആണ്. അതായത് പുറത്ത് തൂക്കിയിടുക എന്നുള്ള മീനിങ് ആണ്. റിങ് ഔട്ട് ദ ക്ലോത്ത്സ് ആൻഡ് ഹാങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ മിടുക്കുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഗുഡ് ആറ്റ് എന്ന് പറയാം. ഇപ്പം എക്സാമ്പിളായിട്ട് അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, അവൾ ഇംഗ്ലീഷിൽ മിടുക്കിയാണ് എന്ന് പറയാൻ ഷീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്.
ഷീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഇനി അവൾ ഇംഗ്ലീഷിൽ മിടുക്കിയല്ല എന്നെങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഷീ ഈസ് നോട്ട് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവൾ ഇംഗ്ലീഷിൽ അത്ര മിടുക്കിയല്ല എന്നുള്ള മീനിങ് ആണ്. ഷീ ഈസ് നോട്ട് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഇനി അടുത്തത്, എന്നെ വീട്ടിൽ കൊണ്ടുപോകൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ടേക്ക് മീ ഹോം. ടേക്ക് മീ ഹോം. ടേക്ക് മീ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകൂ എന്നുള്ള മീനിങ് ആണ്. സോ ടേക്ക് മീ ഹോം എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ കൊണ്ടുപോകൂ എന്നാണ് മീനിങ്. ടേക്ക് മീ ഹോം. ഇനി അടുത്തത്, നമ്മൾ സാധാരണ അവധിയുള്ള ദിവസങ്ങളിൽ പതിവിലും കൂടുതൽ നേരം കിടന്നുറങ്ങാറുണ്ട് അല്ലേ? ഇങ്ങനെ പതിവിലും കൂടുതൽ നേരം കിടന്നുറങ്ങുന്നതിന് സ്ലീപ്പിൻ എന്നാണ് പറയുന്നത്. സോ നമുക്കിങ്ങനെ പറയണം, ഞാൻ സാധാരണ ശനിയാഴ്ചകളിൽ കൂടുതൽ സമയം കിടന്നുറങ്ങാറുണ്ട്. അതെങ്ങനെ പറയും? I usually sleep in on Saturdays. I usually sleep in on Saturdays. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായി എന്നുള്ള മീനിങ് ആണ്. ഓൺ സാറ്റർഡേയ്സ് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചകളിൽ. സോ ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണയായി ശനിയാഴ്ചകളിൽ കൂടുതൽ സമയം കിടന്നുറങ്ങാറുണ്ട് എന്നാണ് മീനിങ്. ഇനി നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകത്തില്ലേ? അതായത് രാവിലെ എഴുന്നേക്കണമെന്ന് പറഞ്ഞ് കിടന്നു, പക്ഷേ അറിയാതെ ഉറങ്ങിപ്പോവുക, അതിന് ഓവർ സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ പറയണം, എനിക്ക് ബസ് നഷ്ടമായി കാരണം ഞാൻ ഉറങ്ങിപ്പോയി. അതെങ്ങനെ പറയും? എനിക്ക് ബസ് നഷ്ടമായി എന്ന് പറയാൻ ഐ മിസ്ഡ് ദ ബസ്. കാരണം ഞാൻ ഉറങ്ങിപ്പോയി, ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. ഓവർ സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഓവർ സ്ലെപ്റ്റ്. സോ ഐ മിസ്ഡ് ദ ബസ് ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. അതായത് എനിക്ക് ബസ് നഷ്ടമായി കാരണം ഞാൻ ഉറങ്ങിപ്പോയി. നമ്മൾ കുട്ടികളോടൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറയുമ്പം അവർ ഫ്രണ്ട് സൈഡ് ബാക്കിലാക്കി ഇട്ടുകൊണ്ട് വരത്തില്ലേ? അതായത് ഫ്രണ്ട് വശം ബാക്ക് സൈഡിൽ. അപ്പം അങ്ങനെ ഡ്രസ്സ് ഇടുന്നതിന് ബാക്ക് ടു ഫ്രണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്കിങ്ങനെ പറയണം, നീ നിൻ്റെ ഡ്രസ്സ് ഫ്രണ്ട് വശം ബാക്ക് സൈഡിലായിട്ടാണ് ഇട്ടേക്കുന്നത്. അതെങ്ങനെ പറയും? യു ആർ വെയറിങ് ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. യു ആർ വെയറിങ് ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. ഇതേപോലെ തന്നെ അകത്തുവശം പുറത്താക്കി ഇടത്തില്ലേ? അതിന് പറയുന്നത് ഇൻസൈഡ് ഔട്ട് എന്നാണ്. അപ്പോൾ യു ആർ വെയറിങ് ഇറ്റ് ഇൻസൈഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നീ അത് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതായത് അകത്തുവശം പുറത്താണ് എന്നുള്ള മീനിങ് ആണ്. യു ആർ വെയറിങ് ഇറ്റ് ഇൻസൈഡ് ഔട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.